എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ പുളുങ്ങുന്ന കായൽപ്പുറത്തെ സെൻറ്റ് ജോസഫ് ചർച്ചിൻ്റെ അങ്കണത്തിലാണ്. ഈ വർഷത്തെ തിരുനാൾ 26-ാം തീയതി ഏപ്രിൽ ഞായറാഴ്ചയാണ്. അതിൻ്റെ മുന്നൊരുക്കങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. പള്ളി അങ്കണങ്ങൾ മുഴുവൻ തോരണങ്ങളാൽ അലങ്കരിച്ച് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. പള്ളിയുടെ പുറകിലേക്ക് പോയാൽ വട്ടക്കായലാണ്. അതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഉച്ചതിരിഞ്ഞ് ഉള്ള ഒരു കാറ്റ് ഈ ചൂടുകാലത്തും നല്ലൊരു അന്തരീക്ഷമാണ് നമുക്ക് കിട്ടുക. അവിടെ ഞങ്ങൾ വട്ടക്കായലിൻ്റെ തീരത്ത് കുറേ നേരം നിന്നു. അക്കരെ അതിമനോഹരമായ വട്ടക്കായലിൻ്റെ അതിരുകൾ നമുക്ക് കാണാം. തെങ്ങും തോപ്പുകളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ബോർഡറാണ് അവിടെ. ചെറിയ കാറ്റുകൊണ്ട് വെള്ളത്തിന് തിരമാലകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അവിടെ എത്ര നേരം നിന്നാലും നമുക്ക് മതി വരില്ല. ആ ഒരു അന്തരീക്ഷമാണ് ഈ ചൂടുകാലത്തും നമുക്ക് ലഭിക്കുക. യാത്രകൾ പൊതുവെ വള്ളങ്ങളിൽ കുറവായതിനാൽ പോളകൾ കയറി നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശ്വ പിതാവിൻ്റെ ഒരു പ്രതിമ പള്ളിയുടെ മൂലയ്ക്ക് പ്രദർശിച്ചിട്ടുണ്ട്. ഒരു ഭീമാകാരനായ ഒരു പ്രതിമയാണത്. അത് തൊട്ട് അടുത്തുള്ള കായലുകളിലേക്ക് പ്രതിമ യോസേപ്പിതാവ് എല്ലാ തൊഴിലാളികളെയും അനുഗ്രഹിക്കുന്ന രീതിയിലുള്ള എല്ലാവരെയും നോക്കിക്കാണുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നൊരു പ്രതിമയാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കാറ്റിൻ്റെ ദൈർഘ്യം എന്തുമാത്രമുണ്ടെന്ന് ഇലകളിൽ തന്നെ കാണാം. ഞങ്ങൾ ഏകദേശം ഒരു 2:30-3 മണിയോട് കൂടിയാണ് ആ പ്രദേശത്ത് നിന്നത്. വട്ടക്കായലിനോട് ചേർന്ന് തന്നെയാണ് ശ്രീമൂലം കായൽ നിലകൊള്ളുന്നത്. അത് കഴിഞ്ഞ് മുന്നോട്ട് പല പല കായലുകളും നമുക്ക് കാണാം. ഈ വട്ടക്കായലിൻ്റെ പണ്ട് ചെറിയൊരു ബണ്ടായിരുന്നു. അവിടെ മുഴുവൻ തെങ്ങും തോപ്പുകളാൽ നിറഞ്ഞ് നിൽക്കുന്ന കാഴ്ച അതിമനോഹരമാണ്. ഞങ്ങൾ കുറച്ച് നേരം കൂടി അവിടെ നിന്നു. ഞങ്ങൾക്ക് പോകുവാനായിട്ട് സമയമായിരുന്നു. എങ്കിലും കുറച്ച് നേരത്തെ ആ കാറ്റ് ആസ്വദിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ തിരമാലകളുടെ ആ ചെറിയ ചെറിയ തിളക്കങ്ങൾ ഒത്തിരി മനോഹരമായിരുന്നു. കാറ്റ് പിന്നെയും നല്ല രീതിയിൽ തന്നെ വീശിക്കൊണ്ടിരുന്നു. അവിടുള്ള വാഴകളിലെ ഇലകൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഒരെണ്ണം പോലും പൊട്ടാത്തതായിട്ടില്ല. അതേപോലെ കാറ്റുകൾ ഇലകളെ ശരിക്കും തകർത്ത് മറിഞ്ഞുകൊണ്ടിരുന്നു. ഇളം കാറ്റാണെങ്കിലും അത് കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ ഇലകൾ പൊട്ടും. ഞങ്ങൾ 4 പേരും കുറച്ച് നേരം അവിടെ ചിലവഴിച്ചു. അതിനുശേഷം അവിടുന്ന് ഔസപിതാവിനോട് പ്രാർത്ഥിച്ചിട്ട് അവിടുന്ന് പതുക്കെ അടുത്ത കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തോട്ട് പോയി. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോകൾ എടുത്തപ്പോഴത്തേക്ക് അതിമനോഹരമായ ഫോട്ടോകളാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഇതവിടെ ചേർക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു.